ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം ലാസ്റ്റ് ചാപ്റ്റർ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. നമുക്ക് ആ ചാപ്റ്ററാണ് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടേമിന് പലതരത്തിലാണ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ആൻ എസ്റ്റിമേഷൻ ഈസ് എ കാൽക്കുലേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് ആൻഡ് ദ എക്സ്പെൻസസ് ലൈക്ലി ടു ബി ഒക്കേർഡ്. ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൽ വന്നേക്കാവുന്ന എക്സ്പെൻസിനെ പറ്റിയുള്ള ഒരു കാൽക്കുലേഷനാണ് എസ്റ്റിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെഫിനിഷൻ മാത്രമല്ല, മറ്റു രണ്ട് ഡെഫിനിഷൻ കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ. രണ്ട് നോക്കുക. എസ്റ്റിമേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ടു ബി ഒക്കേർഡ് ഇൻ എ പർട്ടിക്കുലർ ജോബ് ഓർ പ്രോസസ്സ്. അപ്പോൾ നേരത്തെ അതൊരു വർക്ക് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ജോബിലോ ഒരു പ്രോസസ്സിലോ നമുക്ക് ആ എസ്റ്റിമേഷൻ നടത്താൻ പറ്റും. അവിടെയും ചെയ്യുന്നത് വന്നേക്കാവുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ കാൽക്കുലേഷൻ. ആദ്യത്തെ നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ കാൽക്കുലേഷൻ ഡയറക്റ്റ് പറഞ്ഞു. രണ്ടാമത് പറയുന്നു കാൽക്കുലേറ്റ് ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സ്പെൻഡിച്ചർ to be incurred on a particular job or process. അടുത്ത് പറയുന്നത് the total of these probable expenses to be occurred in the work is known as estimated cost of the work. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന കോസ്റ്റിനെ നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദി വർക്ക് എന്ന് പറയും. വർക്ക് നടക്കുന്നതിന് മുമ്പായിരിക്കും ഈ എസ്റ്റിമേഷൻ നടത്തുക. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നത്, അല്ലെങ്കിൽ ഇത് നടത്തിയില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നോക്കാം. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ ആൻ എസ്റ്റിമേഷൻ ഈസ് എ കാൽക്കുലേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക്, വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് ആൻഡ് ദ എക്സ്പെൻസസ് ലൈക്ലി ടു ബി ഒക്കേർഡ്. വന്നേക്കാവുന്ന എക്സ്പെൻസ് ഒരു കാൽക്കുലേഷൻ. അതൊരു വർക്കിലാകാം, ഒരു പ്രോസസ്സിലാകാം, ഒരു ജോബിലാകാം, എങ്ങനെ. Okay. Essential details required for preparing an estimate. ഒരു എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നതിന്, ഒരു എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് സെക്ഷനിലാണ് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് എന്താണ് എന്ന് ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിക്കുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എസെൻഷ്യൽ ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് ആൻ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഡ്രോയിങ് ലൈക്ക് പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഒരു പാർട്ടിനെ പറ്റിയാണ് നമ്മൾ ആ ഒരു പാർട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ എലിവേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻ ഡെപ്തിൽ അതെന്താണ്, എങ്ങനെയാണ് വരിക, എത്ര ഉണ്ടാകും അതിൻ്റെ സൈസ്, അതിൻ്റെ ഡെപ്ത്ത്, അതിൻ്റെ ഹൈറ്റ്, അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽസ് തരുന്ന പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് നമുക്ക് വേണം. ദെൻ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ അബൌട്ട് വർക്ക്മാൻഷിപ്പ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര. പിന്നെ നമുക്ക് വേണ്ടത് വർക്ക്മാൻഷിപ്പിൻ്റെയും മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൻ്റെയും സ്പെസിഫിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിലാണ്. വർക്ക്മാൻഷിപ്പ്, എത്ര വർക്ക്മാൻഷിപ്പാണ് ഉള്ളത്, എത്ര പേര് പണിക്കുണ്ട്, എത്ര പേരാണ് അതിനകത്ത് മാൻ അവേഴ്സ് നമുക്ക് കിട്ടുക, എത്ര സമയം നമുക്ക് അതിനകത്ത് പണി ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളത്. പിന്നെ രണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, എങ്ങനത്തെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഓഫ് കറണ്ട് ഇയർ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇയറിൻ്റെ റേറ്റ് എന്തൊക്കെയാണ്, ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഓഫ് കറണ്ട് ഇയർ. ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഇയറിൻ്റെ ഇപ്പോൾ ഉള്ള റേറ്റ് നമുക്ക് അറിയണം, എങ്കിൽ മാത്രമേ അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു 10 വർഷം മുമ്പുള്ള റേറ്റ് വെച്ചിട്ട് ഇനി നടക്കാൻ പോകുന്ന ഒരു പണിയുടെ റേറ്റ് അറിയാൻ പറ്റുമോ? ഇല്ല. ശരി, അടുത്ത് നോക്കാനുള്ളത് പർപ്പസ് ഓഫ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. എന്തിനാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ചെയ്യുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അപ്പോൾ എന്താണ് ഈ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൻ്റെ പർപ്പസ് എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. നോക്കൂ. ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രോജക്റ്റ് ഇറ്റ് ഈസ് നെസസറി ടു നോ ദ മെറ്റീരിയൽ റിക്വയർഡ് ആൻഡ് ദ കോസ്റ്റ് ടു ബി ഇൻകേർഡ് ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രോഗ്രാം. ഒരു പുതിയ പ്രോഗ്രാം, പുതിയൊരു പ്രോസസ്സ്, പുതിയൊരു ചെയ്യുന്നതിന് മുമ്പ്
നമ്മൾ കൃത്യമായിട്ടും ആ വർക്കിലേക്ക് വേണ്ട അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ റിക്വയർമെൻറ്റും അതിനാവശ്യമാകുന്ന കോസ്റ്റും എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലാതെ ഒരു വർക്കിന് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് എസ്റ്റിമേഷൻ കോസ്റ്റിങ്ങിൻ്റെ പ്രൈമറി മോട്ടീവ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. എത്രയൊക്കെ സാധനം വേണ്ടി വരും, എത്രമാത്രം ചിലവ് അതിന് വേണ്ടി വരും എന്നറിയുക. ദെൻ പ്രോപ്പർ പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഫോർ ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രോഗ്രാം. നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി പറ്റും. ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം, അതൊരു വർക്കാവാം, അതൊരു ജോബാകാം, അല്ലേ? അപ്പോൾ അങ്ങനൊരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം രൂപയാകും, അതിന് എത്രമാത്രം മെറ്റീരിയൽ വേണ്ടി വരും, ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൻ്റെ പർപ്പസ്. അത് തയ്യാറാക്കി വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു പ്രോസസ്സിന് ഇറങ്ങാൻ പറ്റുള്ളൂ. കൂടാതെ അതിൻ്റെ ബാക്കി എസ്റ്റിമേറ്റിംഗ് ഈസ് നെസസറി ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഷുവർട്ടി അബൌട്ട് ദ എമൗണ്ട് ഓഫ് മണി റിക്വയർഡ്, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ എക്സെട്ര. നമുക്കൊരു എസ്റ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എത്രമാത്രം നമുക്ക് അതിനകത്ത് കാശുണ്ട്, നമുക്കിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള മണി നമ്മുടെ കയ്യിലുണ്ടോ, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്നൊക്കെ. നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുക, ഒരു സ്റ്റീൽ വേണ്ടി വരും. സ്റ്റീൽ ഇപ്പോൾ നമുക്കൊരു 1000 kg സ്റ്റീൽ വേണം. ഈ 1000 kg സ്റ്റീൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണോ? അത് പറയാം, നമുക്ക് ഇത്ര MM വേണ്ടി വരണേ. അപ്പോൾ ആ സൈസിൻ്റെ ആ സൈസിനുള്ള സ്റ്റീൽ അവൈലബിൾ ആണോ? അവൈലബിൾ അല്ല എങ്കിൽ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് ആ മെറ്റീരിയൽ വേണ്ടി വരുന്നൊരു പ്രോസസ്സിൻ്റെ പോർഷനിൽ വെച്ച് ആ വർക്ക് നിന്ന് പോകും, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ എസ്റ്റിമേഷൻ്റെ കൂടെ നമുക്ക് ഇത്രമാത്രം മെറ്റീരിയലാണ് വേണ്ടി വരിക, അപ്പോൾ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണോ, അതിൻ്റെ കോസ്റ്റിംഗ് എടുക്കുമ്പോൾ ഇത്രമാത്രം കോസ്റ്റ് അതുകൊണ്ടുണ്ടാവും, അത്രയും മണി കയ്യിലുണ്ടോ, ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് നടത്തിയിരിക്കണം. വിത്തൗട്ട് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ ദ വർക്ക് ഡ്യൂ ടു ഇൻസ്റ്റൻറ്റേനിയസ് ഷോർട്ടേജ് ഓഫ് മണി ഓർ അൺഅവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. നമുക്ക് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ഇല്ലാതെ നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് വരുന്ന പ്രശ്നം എന്നറിയാമോ? നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് മെറ്റീരിയൽ ഷോർട്ടേജ് കൊണ്ടോ മണിയുടെ അൺഅവൈലബിലിറ്റി കൊണ്ടോ, നമുക്ക് ഷോർട്ടേജ് ഓഫ് മണി ഓർ അൺഅവൈലബിലിറ്റി ഓഫ് മെറ്റീരിയലിൻ്റെ ലഭ്യത വർക്ക് നിന്ന് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് നടത്തിയേ പറ്റുള്ളൂ. ദെൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ഹാവ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. ഈ പറയുന്ന ഗുണങ്ങളൊക്കെയാണ് എസ്റ്റിമേഷൻ കോസ്റ്റിങ്ങിനുള്ളത്. ടു എൻഷുർ ദാറ്റ് ദ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് കംപ്ലീറ്റഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വർക്ക് സോ ദാറ്റ് ചാൻസസ് ഓഫ് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ റെഡ്യൂസസ്. നമുക്ക് ഉറപ്പായിട്ട് ഇത്ര മെറ്റീരിയൽ വേണം എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും കോസ്റ്റിംഗ് എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ. അതുകൊണ്ട് നമുക്കൊരിക്കലും ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാകില്ല. കാരണം എത്രമാത്രം മെറ്റീരിയൽ വേണം എന്ന് നേരത്തെ കണ്ടുപിടിച്ച് വച്ചാൽ അതിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്താൽ പിന്നെ അതിനൊരു ഷോർട്ടേജ് വരില്ല. നമ്മൾ ഇത്രമാത്രം ഇപ്പോൾ ഒരു സംഭവം കെട്ടാൻ പോവാണ്, ബ്രിക്ക് ഇത്ര വേണം, നമ്മൾ വിചാരിക്കുന്ന ഒരു 5000 ബ്രിക്ക് കൊണ്ട് തീരും എന്ന് വിചാരിക്കുന്നു. എന്നാൽ കെട്ടി വരുന്നപ്പോഴത്തേക്ക് 5000 ബ്രിക്ക് തീർന്നില്ല, ഇനിയും ഇഷ്ടികൾ വേണ്ടി വന്നു, ആ മെറ്റീരിയൽ കിട്ടാനുമില്ല. നമ്മളെങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക? പറ്റില്ല. അപ്പോൾ എസ്റ്റിമേഷൻ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി 8000 ബ്രിഗ് ഉണ്ടെങ്കിലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 8000 ബ്രിഗ് മെറ്റീരിയൽ അവൈലബിൾ ആണോ, ഒരു ബ്രിഗിന് ഇത്ര രൂപ വെച്ച് 8000 ബ്രിഗിന് ഇത്ര രൂപയാകും, ആ പൈസ കയ്യിലുണ്ടോ, ഇതെല്ലാം നേരത്തെ കൂട്ടി വെച്ച് കണ്ടു വെച്ചിരുന്നെങ്കിൽ നമുക്കൊരിക്കലും പ്രോസസ്സിനിടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വരില്ല, നിർത്തേണ്ടി വരില്ല പണി, അല്ലേ? ടു എൻഷുർ ദർ ഷുഡ് നോട്ട് ബി എനി മിസ്യൂസ് ഓഫ് മണി ആൻഡ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെയും മണിയുടെയും മിസ്യൂസ് തടയാൻ പറ്റും. നമുക്കറിയാം ഇത്ര മാത്രം ഈ ഒരു പണി തീർക്കാൻ 8000 ബ്രിഗാണ് വേണ്ടത്. അപ്പോൾ പണിയുടെ കുറേ ആകുമ്പോഴത്തേക്കും അവിടെ ചെയ്യുന്നവർ പറയണം ഇത്രയും പോലെ ഇനി വേണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് വച്ചേക്കുവാണ്. കൃത്യമായി നമുക്കറിയാം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രമാത്രം മെറ്റീരിയൽ വേണമെന്നുള്ളത്. അപ്പോൾ അതൊരു ഗുണമാണ്. വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ ടൈം. പൈസ അപ്പോൾ സമയം കൂടുന്നതനുസരിച്ച് പൈസ വയ്ക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് ഇൻ ടൈമിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ. അതാണ് ലാസ്റ്റ് പറയുന്നത് വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ ടൈം. ദെൻ വിത്തൗട്ട് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് പ്രോബ്ലംസ് ക്യാൻ കം ഇൻ ദ വേ ഓഫ് വർക്ക്. നമ്മൾ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഇടയ്ക്ക് വെച്ച് വരാം, അങ്ങനെ വർക്ക് നിർത്തേണ്ടി വരും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇല്ല, ഇന്ന സാധനങ്ങളാണ് ഈ വർക്കിന് വേണ്ടത് എന്നൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല.
വെരി ഡിഫിക്കൽട്ടായിരിക്കും പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ പോലും നമ്മൾ ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് പോകുന്നത് ഇല്ലേ. അപ്പോൾ ഒരു ലിസ്റ്റ് ഇല്ലെങ്കിൽ ഓർത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇല്ല. സോ ഒരു ലിസ്റ്റ് ഉണ്ടാവണം. ദ മണി ഈസ് മിസ്യൂസ്ഡ് by purchasing smaller or excess quantity of material from market, and shortage of money can cause stoppage of work. ഇതുപോലൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ കൂടുതൽ സാധനം വാങ്ങിച്ച് വെക്കാനൊരു സാധ്യതയുണ്ട്. ആ മെറ്റീരിയൽ നമുക്ക് പിന്നെ വർക്കിന് യൂസ് ചെയ്യാൻ പറ്റില്ല. വർക്ക് അതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് തരും. ബാക്കി മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ അത് വേസ്റ്റായി. 2, നമ്മൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതായി പോവും. പിന്നെ നമ്മൾ ബാക്കി മെറ്റീരിയലിന് പിന്നെ ഓടുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സോ കൃത്യമായ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എസ്റ്റിമേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ്, ഡ്യൂ ടു എബോവ് മെൻഷൻഡ് ഹർഡിൽസ് ദ വർക്ക് ക്യാൻ ടേക്ക് മോർ ടൈം ഫോർ കംപ്ലീഷൻ. നമ്മൾ ഒരു കാര്യം ഇന്ന ദിവസം തീർക്കാം അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് തീർക്കാം എന്ന് വച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വർക്ക് ഈ മോളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് സമയത്ത് തീർക്കാൻ പറ്റാതായി വരും. അപ്പോൾ ഇതൊക്കെയാണ് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ഇല്ലാതെ നമ്മളൊരു വർക്ക് ചെയ്യാൻ പോയാൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്. പിന്നെ അടുത്തൊരു ഹാൻഡ് ബുക്ക്. ഒരു ഹാൻഡ് ബുക്ക് എന്നൊരു സാധനം നമ്മൾ എസ്റ്റിമേഷൻ കോസ്റ്റിങ്ങിൽ പറയുന്ന ഒരു ടൈമാണ്. അതിനകത്ത് ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതി കീപ്പ് ചെയ്യുന്ന ഒരു വർക്ക് സക്സസ്ഫുള്ളായിട്ട് ഇൻ ടൈമിൽ മിനിമം കോസ്റ്റിൽ വേസ്റ്റേജ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ അയാളെ ഒരു എസ്റ്റിമേറ്റർ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പോർട്ടബിൾ ബുക്ക് യൂസ്ഫുൾ ഫോർ ഇറ്റ്സ് ഓണർ. എ ഹാൻഡ് ബുക്ക് ഈസ് എ ടൈപ്പ് ഓഫ് റെഫറൻസ് വർക്ക്. റെഡി കളക്ഷൻ ഇൻസ്ട്രക്ഷൻസ്. എക്സാമ്പിൾ ഓഫ് എഞ്ചിനീയറിംഗ് ഹാൻഡ് ബുക്ക് ഇൻക്ലൂഡ്സ് നമ്മുടെ പേർട്സ് ടേബിൾ, ക്ലാസ് ടേബിൾ, ഇതൊക്കെ അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മളൊരു ഹാൻഡ് ബുക്ക് കീപ്പ് ചെയ്യാം. ആ ഹാൻഡ് ബുക്കിനകത്ത് നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉണ്ടാകും. ഓക്കെ, അതൊരു പോർട്ടബിൾ ബുക്കാണ്. നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അത് ഓണർ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും എഴുതി സൂക്ഷിക്കാറുണ്ട്. അതുപോലെ ഒന്നാണ് റെഫറൻസ് ടേബിൾ. റെഫറൻസ് ടേബിൾ എന്നത് an information table that is used as a quick and easy reference for things that are difficult to remember. ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ടേബിളാണ് റെഫറൻസ് ടേബിൾ എന്ന് പറയുന്നത്. അതൊരു ഡയമെൻഷണൽ ടേബിളുമാണ്. അതിനകത്ത് നമുക്ക് ഉള്ള വർക്കിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മളെ പീരിയോഡിക് ടേബിളും ലോഗ് ടേബിളും ഒക്കെ റെഫറൻസ് ടേബിളിന് എക്സാമ്പിളാണ്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് എഴുതി സൂക്ഷിക്കുന്ന ഒരു ടേബിൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എസ്റ്റിമേഷൻ ഈസ് ഡൺ ഫോർ ദ ഫോളോയിങ് തിങ്സ്. 1, അപ്രോക്സിമേഷൻ ഓഫ് മെറ്റീരിയൽ. നമ്മളൊരു എസ്റ്റിമേഷൻ ഈ താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 1, അപ്രോക്സിമേഷൻ ഓഫ് മെറ്റീരിയൽ. നമ്മളൊരു എത്രമാത്രം മെറ്റീരിയൽ വേണമെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു എസ്റ്റിമേഷൻ വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്. നമ്മൾ കാശ് അല്ലെങ്കിൽ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലും ഒരു എസ്റ്റിമേഷൻ വേണം ഇല്ലേ. ടൈം to be taken for completion of the electrification project we are planning to do. നമ്മളൊരു വർക്ക് ചെയ്യാൻ പോകണം, അതിനകത്ത് ടൈം എത്ര സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സമയത്തും എസ്റ്റിമേഷൻ വേണം. എന്ന് വെച്ചാൽ മണി ആവാം, ടൈം ആകാം, എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും നമുക്കൊരു എസ്റ്റിമേഷൻ വേണം. നമ്മൾ ഇത്ര സമയം കൊണ്ട് തീർക്കാൻ പോകുന്നൊരു വർക്ക് എന്നും പറഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്നറിയണമെങ്കിൽ കൃത്യമായിട്ട് എസ്റ്റിമേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ എസ്റ്റിമേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കൃത്യത, അതിൻ്റെ മെറ്റീരിയലിൻ്റെ ലഭ്യത അല്ലെങ്കിൽ സമയത്തിൻ്റെ കൃത്യത, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എസ്റ്റിമേബിലിറ്റി മാത്രം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എസ്റ്റിമേഷൻ ചെയ്യുന്നത്. മൂന്നും വർക്കിനെ ഹൈലി റിലേറ്റ് ചെയ്യുന്ന തിങ്സാണ്: മണി, മെറ്റീരിയൽ, ടൈം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു എസ്റ്റിമേറ്ററുടെ ജോബ് എന്താണ്? ജോബ് ഓഫ് ആൻ എസ്റ്റിമേറ്റർ: എസ്റ്റിമേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ദ കോസ്റ്റ് ഇൻവോൾവ്. മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും കോസ്റ്റും കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് ഒരു എസ്റ്റിമേറ്ററുടെ ജോലിയാണ്. അനാലിസിസ് ഓഫ് ദി കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റിൻ്റെയും സെല്ലിംഗ് പ്രൈസസിൻ്റെയും അനാലിസിസ് നടത്തുക എന്നുള്ളത്. മെയിൻറ്റെയിനിങ് പ്രോപ്പർ അക്കൗണ്ട്സ്. കൃത്യമായ അക്കൗണ്ട്സ് സൂക്ഷിക്കുക. അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയലിൻ്റെ ലഭ്യത ഉറപ്പാക്കുക. ഇതെല്ലാം ഒരു എസ്റ്റിമേറ്ററുടെ ജോബാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ എനിക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ
അത് ഞാൻ വാട്സപ്പിൽ അയക്കാം. അപ്പോൾ അത് നോക്കുക, നോട്ട് എഴുതുക. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും.